ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുരുടേശ്വറിൽ പോകുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് നമ്മൾ മൂകാംബികയിലെത്തിയതിനു ശേഷം രാവിലെ നീയക്കുട്ടൻ്റെ എഴുത്തിനിരുത്തിന് പോയതിനു ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സൗപർണിക നദിയിലും തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലും പോയിന്ന്. അതിനൊക്കെ ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കാറ് വന്നായിരുന്നേ. അവിടെ നിന്നാണ് നമ്മൾ നേരെ മുരുടേശ്വറിലോട്ട് പോകാൻ ഇറങ്ങിയത്. പോണ വഴിക്ക് പിന്നെ ക്ഷീണമൊക്കെ കാരണം എല്ലാവരും ഒന്നങ്ങ് ജസ്റ്റ് ഉറങ്ങിപ്പോയായിരുന്നേ. 3 മണിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് തിരിച്ചപ്പം കറക്റ്റ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയായിരുന്നു. ഏകദേശം ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നമ്മുടെ മൂകാംബികയിൽ നിന്ന് മുരുടേശ്വർ വരെ. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. അതായത് നമ്മൾ 3 മണിക്ക് പിക്ക് ചെയ്ത് ടെമ്പിളിൽ എത്തിച്ച് തൊഴുതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 2 hours നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അവർ തരുവേ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടലിൽ എത്തുന്ന വരെയുള്ള ചാർജാണ് ഈ 3200 രൂപ. ഇതാണ് നമ്മളുടെ രാജഗോപുരം. 249 അടിയാണ് ഇതിൻ്റെ ഉയരം. അങ്ങനെ നമ്മൾ നേരെ ക്ഷേത്രത്തിനകത്തോട്ട് നടന്നേ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നേരെ മുകളിലോട്ട് എത്തി. നീയക്കുട്ടനാണെങ്കിൽ പിന്നെ യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ആൾ വല്ലാത്ത മൂഡ് ഓഫിലായിരുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഫ്രണ്ടിൽ തന്നെ വലിയൊരു നന്ദിയുടെ ശില്പമുണ്ട്. അവിടെ നേരെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുമേ. നന്നായിട്ട് തൊഴാൻ പറ്റി. അവിടെ പിന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് അകത്ത് വെച്ച് എടുക്കാൻ പറ്റും. നീയക്കുട്ടൻ എന്താ മണിയൊക്കെ അടിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അവിടെ ഇറങ്ങി നമ്മൾ തൊഴുതതിനൊക്കെ ശേഷം ഇതാ പുറത്തുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഇത് വലിയൊരു ഗോൾഡൻ ചാരിയറ്റാണ്. ഫുള്ള് സ്വർണ്ണത്തിൽ തീർത്ത ഒരു രഥമാണ് അവിടെ അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മളുടെ മുരുടേശ്വർ ടെമ്പിളിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാ ഏറ്റവും വലിയ ഈ ശിവപ്രതിമ തന്നെയാണ്. 123 അടി ഉയരമാണ് ഈ ശിവപ്രതിമയ്ക്കുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണ് നമ്മളുടെ ഈ മുരുടേശ്വർ ക്ഷേത്രത്തിലുള്ള ഈ വലിയ ശിവപ്രതിമയ്ക്ക്. അങ്ങനെ നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞതിന് ശേഷം തുടക്കത്തിൽ കാണിച്ചില്ല ഏറ്റവും വലിയ ടവർ പോലത്തെ അതാണ് രാജഗോപുരം. ആ രാജഗോപുരത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാമായിരുന്നേ. ഒരാൾക്ക് വന്നിട്ട് 20 രൂപയാണ്. മൊത്തത്തിൽ 18 നിലയാണ് ഈ രാജഗോപുരത്തിനുള്ളത്. ലിഫ്റ്റ് വഴി നമുക്ക് പോകാമേ. 18ാമത്തെ നിലയിൽ നമ്മളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമുക്ക് ആ ഏറ്റവും മുകളിലത്തെ ആ നിലയിൽ നിന്ന് നമുക്ക് ആ ഫുൾ ഏരിയ കാണാൻ പറ്റും. മുരുടേശ്വർ ടെമ്പിളിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ രാത്രി സമയത്തുള്ള വ്യൂ. അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഫുൾ ബീച്ചിൻ്റെ വ്യൂ ആയിരുന്നു. മറു സൈഡിൽ നിന്ന് നമ്മളുടെ മഹാദേവൻ്റെ പ്രതിമ കാണാം അടിപൊളിയായിട്ട്. താഴെ നിന്ന് കാണുമ്പോഴത്തേക്കും വേറൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ ഈ രാജഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് മഹാദേവൻ്റെ ആ സ്റ്റാച്ചു ഫുൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്തിട്ടുള്ള ബീച്ചിൽ ന്യൂട്ടന് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെയും കൊണ്ട് കുറച്ച് നേരം കാലൊക്കെ നനപ്പിച്ചേ. ആ സമയത്ത് നമ്മൾ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഈ രാജഗോപുരത്തിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറി മാറി ആ ലൈറ്റ്സ് വന്നപ്പം കാണാൻ അടിപൊളിയായിരുന്നു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളേ. അങ്ങനെ നമ്മൾ മുരുടേശ്വർ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോട്ടലിലോട്ട് വിട്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ.